കായംകുളം ചിറക്കടവം റെസിഡൻസ് അസോസിയേഷൻ വാർഷികം നടത്തി. മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു. കായംകുളം ചിറക്കടവം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികമാണ് നടന്നത്. ഇതോടനുബന്ധിച്ച് ടി.കെ. മുഹമ്മദ് കുഞ്ഞിലബ്ബ മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു. ചിറക്കടവം ലവ് ആൻഡ് കെയർ നഴ്സറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ വൈ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. 55 വയസ്സെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ശരിയായ ആ ലൈഫിന്റെ ഒരു നല്ലൊരു, കാരണം കേരളത്തിലെ സംബന്ധിച്ചുള്ള ലൈഫ് എക്സ്പെക്ടൻസി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. 70 വയസ്സിന് മുകളിലേക്കായിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു ആക്റ്റീവായിട്ടുള്ള അവരുടെ പ്രവർത്തന രീതികൾ തുടങ്ങേണ്ട ഒരു സമയമാണ് ഈ 50-55 വയസ്സ്. അപ്പം അതിനു മുമ്പേ ഒരു പ്രീമച്വറായിട്ട്, അതായത് മൂക്കുന്നതിന് മുമ്പ് പറഞ്ഞു വിടുന്ന ഒരു സ്വഭാവം ഗവൺമെന്റിൽ നിന്നുണ്ടാകുകയാണ്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അപ്പം അതിനൊരു സാഹചര്യം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടായ്മകൾ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനും അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ഇതിൽ നിന്നുണ്ടാക്കുകയും തീർച്ചയായിട്ടും അത് സമൂഹത്തിന് വളരെയേറെ പ്രയോജനം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രസിഡന്റ് ഹക്കീം മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ക്രിയാത്മകമായി ഇടപെടാനും അതിനൊക്കെ പരിഹാരം കാണുവാനും സാധിച്ചിട്ടുള്ള വസ്തുതയാണ്. അതേപോലെ തന്നെ ഇത്തരമൊരു സംഘടനയുടെ ലെറ്റർ പാഡിൽ ഒരു കത്ത് കൊടുത്താൽ ഏതൊരു സർക്കാർ ഓഫീസിൽ നിന്നും ഉടനടി പരിഹാരം അല്ലെങ്കിൽ അതിനൊരു ഇടപെടൽ ഉണ്ടാവുമെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ ഒരുപാട് വിഷയങ്ങളിൽ അങ്ങനെയുള്ള കത്തുകൾ നൽകിയിട്ടുണ്ട്. റോഡിന്റെ വെള്ളക്കെട്ട് സംബന്ധിച്ചും മാലിന്യ പ്രശ്നം സംബന്ധിച്ചും ഒക്കെ നിരവധിയായിട്ടുള്ള കത്തുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നൽകുകയും അതിനൊക്കെ അപ്പോൾ തന്നെ നമ്മൾ സാധാരണ ഒരു വ്യക്തി എന്ന് പരാതിപ്പെടുന്നത് പോലെയല്ല, ഒരു സംഘടനയായിട്ട് ഇടപെടുമ്പോൾ അതിൻ്റെതായ ഒരു ഗൗരവം സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കാറുണ്ട്. വേണാട്ടുശ്ശേരിയിൽ ചൈത്രം ദേവനന്ദ മെമ്മോറിയൽ പഠനോപകരണങ്ങൾ വാർഡ് കൗൺസിലർ ലേഖ സോമരാജൻ വിതരണം ചെയ്തു. സെക്രട്ടറി കെ.വി. വസന്തരാജൻ, എം.എ.കെ. ആസാദ്, ടി.എ. നാസർ, ഭാമിനി സൗരഭൻ, പി.എസ്. ബേബി, അനിൽകുമാർ, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കായംകുളം.